ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മായ, ജഗദമ്മ, രുക്മിണി മോഹൻ, ജയാനിൽ, ഗീതാ നായർ, ഇന്ദിരാദേവി, പ്രസന്ന, നിർമ്മല രമേഷ്, സുമ മൈലക്കാട്, പ്രമിള സുനിൽ, ബിജി ബിജു, ഗീതാ സോമരാജൻ. ഗീതാ സോമരാജന് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നാൾ ഇത് കാണാൻ പറ്റിയില്ല. എല്ലാവർക്കും അസുഖങ്ങളെല്ലാം മാറാനും സർവ്വ ഭക്തമക്കളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പേര് തരാത്ത കമൻസ് തരാത്ത മക്കളുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ കൃപ എല്ലാവരിലും ചെല്ലട്ടെ. അറിയാവുന്ന മക്കൾ കമൻസ് ഇടണം. ആരെങ്കിലുമൊക്കെ ദൈവം അതിനെ കുറച്ച് അറിവ് കൊടുത്തേക്കുന്നത്. കുറച്ച് മക്കൾക്ക് ഇതൊക്കെ ഈ ഫോണിൽ കൂടെ കൈകാര്യം ചെയ്യാനുള്ള അറിവുണ്ടല്ലോ, അത് ഭഗവാൻ തന്നതല്ലേ. അപ്പോൾ അതിന് കമൻസൊക്കെ ഇടണ്ടായോ? അന്നല്ലേ എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റൂ. എല്ലാവരും കമൻസ് ഇടണമെന്ന് വെച്ചാൽ അറിവില്ലാത്ത എത്രയോ അമ്മമാർ കാണും, ഇതിനകത്ത് കാണുന്നവർ, അറിയാത്തവർ. അതുകൊണ്ട് അത് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. എന്നാൽ അറിവുള്ളവർ ചെയ്യണം. അത് ഭഗവാൻ നിർബന്ധമാണ്. നമുക്ക് ഭഗവാനോട് എല്ലാ കാര്യവും പറയാൻ പറ്റും. പിതാവാം ദൈവമാണ്. അത് അറിയാത്തതായി ഭഗവാൻ ഒന്നുമില്ല. എല്ലാവരുടെയും ഉള്ളം പരിശോധിച്ച് അറിയാം. അതുകൊണ്ട് കമൻസ് ഇട്ട മക്കൾക്കും ഇല്ലാത്ത മക്കൾക്കും എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഗീതാ സോമരാജൻ പറയുന്ന അമ്മേ ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഈ അറിവെല്ലാം എനിക്കും വേണം എന്ന് പറയുന്നത് പോലെ എല്ലാ മക്കളും പറയണം. ഇത് എന്താ പറയണമെന്ന് പറയാൻ കാര്യം, നമുക്ക് കിട്ടണം, അറിവുണ്ടാകണം. ഞാനും ഭഗവാനോട് ചോദിക്കുന്നു, ഇത്രയും അറിവ് ഭഗവാൻ എവിടെ നിന്ന് കിട്ടി എന്ന് ഞാനും കണ്ണനോട് ചോദിക്കുന്നു. ഇത് പരമാത്മാവായ പരമ്പൊരുളാണല്ലോ ഭഗവാൻ നാരായണൻ കൃഷ്ണൻ. അപ്പോൾ അവിടുന്ന് എന്താണ് അറിവില്ലാത്തത്? നമുക്കൊക്കെ അല്പാൽപ്പം ഒന്നും ഇല്ല. എങ്കിലും ഭഗവാനാണല്ലോ എല്ലാം സമർപ്പിക്കുക. എല്ലാവരും ഭഗവാന് സമർപ്പിക്കുമ്പോൾ നമുക്കും കുറച്ച് ഈശ്വരൻ അതിൻ്റെതായ കുറേ യുക്തിയും തരും, കുറച്ച് മനസ്സിലാക്കാനുള്ള കഴിവും തരും. അത് വേണം. നമുക്ക് അറിവുണ്ടാകണം. കാരണം പരമാത്മാവെന്ന് പറയുന്നത് എന്താണ്? അറിവാണ്. അറിയാത്തവൻ എങ്ങനെ ഈശ്വരനെ അറിയും? നാം ആരാണെന്ന് അറിയണമെങ്കിൽ അറിവ് നേടിയേ കിട്ടും. വെറുതെ അറിയാൻ പറ്റില്ല. നമുക്ക് അറിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ എന്താ ഏതാ, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ ആരുടെ മക്കളാന്നൊക്കെ നമുക്കറിയും. അങ്ങനെ ആ അറിവ് നമുക്ക് ഈശ്വരൻ തരട്ടെ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇഷ്ടംപോലെ അറിവുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനാണ് ലോകപിതാവിന് അറിവേ ഉള്ളൂ. അതാണ് ഈശ്വരൻ അറിവാണല്ലോ. അതുകൊണ്ട് നാം അറിവാകുന്നു, നമ്മളും അറിവാകണം. നാം എന്ന് പറയുന്നത് ആ പരബ്രഹ്മം തന്നെയാണ് നമ്മിലും വസിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞെടുക്കുമ്പോഴാണ് അറിവുകൊണ്ടേ അതറിയാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് ഭാഗവതം ഏകാദശ സ്കന്ധം ഉത്തമ ഉപദേശം ഒത്തിരി ഉണ്ട്. അത് നമ്മൾ അങ്ങനെ ഒത്തിരി ഓടി പോകാൻ പറ്റില്ല. കടിച്ചാൽ പൊട്ടാത്ത കണക്കുള്ള വാക്കുകളാണ്. അത് ഗ്രഹിച്ച് മനസ്സിലാക്കാനും അല്പം പോലും എന്താ പറയുക,
അനുഭവജ്ഞാനം ഇല്ലാത്തവർക്ക് ഇത് പറയാനും പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രത്തോളം എവിടെയെങ്കിലും ആരെങ്കിലും നല്ലൊരു ഗുരുവിൻ്റെ അടുക്ക പോയി പഠിക്കണം. എനിക്ക് പരമാത്മാവ് തന്നെ എൻ്റെ ഗുരു, ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ട് എന്തൊക്കെയോ ഭഗവാൻ മനസ്സിലാക്കി തരും. കുറച്ച് യുക്തി ഒക്കെ വേണം, എന്നാലേ പറ്റൂ. നമുക്ക് യുക്തി കൊണ്ടുകൂടെ ഒക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഭഗവാന്റെ അമൃതാകുന്ന ആ പരമജ്ഞാന അമൃതം പാനം ചെയ്യാൻ എല്ലാവർക്കും ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ബാക്കി വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതൊന്ന് എടുത്ത് പറഞ്ഞിട്ട് കണ്ടു വായിക്കാം. ഇവിടെ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, അനർഥ ജഡ ദുഃഖമാകിയോ ഈ പ്രപഞ്ചം. അതാണ് ഇത് ദുഃഖകരമാകുന്നതാണ്. ഇവിടെ എപ്പോഴും ശോകമാ, ദുഃഖമാ ഈ പ്രപഞ്ചം. അത് അനിത്യമാണ്, നിത്യവുമല്ല. അങ്ങനെയുള്ള, എന്നാൽ അത് പ്രത്യക്ഷമായി നമുക്ക് കാണാനും പറ്റും. നമ്മളെല്ലാവർക്കും ഈ പ്രകൃതിയിൽ എന്തൊക്കെയോ ഉണ്ടോ, ജീവജാലങ്ങളെ സസ്യങ്ങളെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ എന്ത് മനസ്സിലാക്കണം, അത് പ്രത്യക്ഷമായി കാണുന്നത് മായയാണെന്ന്. കാരണം നശിച്ചു പോകുന്നില്ലേ, നമ്മൾ ഇന്ന് കാണുന്ന അടുത്ത നിമിഷം ഇല്ലാതെ പോകുന്നു. അത് കൺകെട്ട് പോലെയാണ്. അത് മുതുകാടിൻ്റെ കൺകെട്ട് കാരണം ഒന്ന് നമ്മളെ കാണിക്കും, പിന്നില്ല. അതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഇന്നിപ്പോൾ കണ്ടത് അടുത്ത നിമിഷം ഇല്ല, നശിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇത് മായ എന്ന് പറയാം. അതാണ് അന്ധകാരമെന്നും പറയാം. അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അതിനെ നിറഞ്ഞ് ഈ നശിക്കുന്നതിനെ തന്നെ അറിവില്ലായ്മ കൊണ്ട് ഈ മായയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അറിഞ്ഞാൽ നമ്മൾ ഈ മായ ഒന്നുമല്ല, ഇതിനകത്ത് യാതൊരു ആഗ്രഹവും വയ്ക്കത്തില്ല. കാരണം അറിവില്ലായ്മ കൊണ്ടാണ്. ഇതൊക്കെ ഈ ദേഹവും ഇതൊക്കെ നശിക്കുന്നതാണ്, ഈ പ്രപഞ്ചം ഉണ്ടാകുക എല്ലാം നശിക്കുന്നതാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതിനാണ് അറിവ് വേണമെന്ന് പറയുന്നത്. അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളിതിനെ വലിയ കാര്യമായിട്ടെടുത്ത് സ്നേഹിക്കാതെയും മമതയോട് മമത കാണാതിരിക്കും. ഇതെന്താ ഇവിടെ തന്നെ നിലനിൽക്കുന്ന ഒരു ചിന്ത ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നു. പെട്ടെന്ന് എന്തൊക്കെയോ പോകുമ്പോൾ ഒരു വെപ്രാളവും കരച്ചിലും ബഹളവും. പിന്നും ചിന്തിക്കുന്നെന്താ, നമുക്കൊന്നും വരത്തില്ലേ, നമുക്കിതൊക്കെ തന്നെയാണ്. പക്ഷെ പെട്ടെന്നാണ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യക്ഷമായി കാണുന്നത് എന്തുകൊണ്ടാണ്, അത് മായ കൊണ്ടാണ്. ഈ പ്രത്യക്ഷമായി കണ്ടത് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്നെല്ലാം മോചനം വരണം, മുക്തനാകണം നമ്മൾ. ഇതാണ് ഭഗവാൻ ഉദ്ധവർക്ക് കൊടുത്തത്. ഇത് മായയാണ്, ഇത് അനിത്യമാണ്, ഇത് ദുഃഖകരമായ പ്രപഞ്ചമാണ്. അത് മനസ്സിലാക്കി മുക്തനായി കഴിയൂ എന്ന് നമുക്ക് തരുന്ന ഉപദേശമാണ്. നമ്മൾ ഇതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണം, മുക്തനാകണം. കുറച്ച് നാൾ 10, 45, 50 വയസ്സ് വരെയൊക്കെ ഇതിൽ തന്നെ ഭ്രമമൊന്നും വേണ്ട. നമ്മളെല്ലാം സന്തോഷമായിട്ട് ഭഗവാനെ എല്ലാം വേണം. വീടും മനുഷ്യന് ജോലിയും എല്ലാം സമ്പത്തും ഒക്കെ വേണം. അത് ഭ്രമിച്ചിരിക്കുക. കാരണം എപ്പോഴും കൈവിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് മമത കൊടുക്കാതിരിക്കാൻ അത്രയും നല്ലത്. എങ്കിലും ചില സമയത്ത് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അറിയില്ലല്ലോ, അറിവ് കിട്ടാത്തത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും, മമത വന്നു പോകും. എന്നാൽ നമ്മൾ മനസ്സിൽ ഓർക്കണം, ഭഗവാനെ ഇത് നിത്യമല്ല, ഞാൻ ഇതിനകത്ത് അകപ്പെട്ടു പോകുമോ, ഇതെനിക്ക് എത്രമാത്രം അതിൽ ഭ്രമിച്ചിരിക്കരുത്, നമ്മളിൽ നിന്ന് വിട്ടു പോകേണ്ടവരാണ്, ഇത് എപ്പോഴും നശിക്കുന്നതാണ് ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ എന്ത് വരും, നമ്മളത് ഓർത്തിരിക്കും. എപ്പോഴും മായയാണ്, ഇത് നശിക്കുന്നതാണ്, അതിലോട്ട് ഭ്രമിച്ചാൽ ദുഃഖം അത്രത്തോളം ഉണ്ടാവും. ഇത് എൻ്റേതെന്നും പറഞ്ഞിങ്ങനെ ഭ്രമിച്ചിരിക്കുമ്പോൾ അതൊരു നാശം വന്നു പോയാൽ, നഷ്ടം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നേരത്തെ കൂട്ടി ഇത് എപ്പോഴായാലും പോകുന്നതാണ്, നശിക്കുന്നതാണ് ചിന്തിച്ചിരുന്നാൽ എന്ത് വരും, പോകുമ്പം ബോട്ട് പുല്ല് അവിടെ കട എന്ന് നമ്മൾ ചെയ്യണം. ഇത് നേരത്തെ എനിക്ക് അറിയാം, പിന്നില്ലേ ഇനിയിപ്പോൾ എന്ത് വന്നാലും എന്താ, ഞാനിത് നേരത്തെ അറിഞ്ഞിരിക്കുക ഇതൊക്കെ നശിക്കുമെന്ന്. ആ ഒരു ബുദ്ധി നമ്മൾ ഉണ്ടെങ്കിൽ എന്തൊരും ദുഃഖമില്ല. എപ്പോഴും നമ്മൾ ഓർക്കും, ഇതൊക്കെ പോണതല്ലേ, ഇപ്പോൾ ഒരു സുഖം വരും, അടുത്ത ദുഃഖം വരും. ഇതൊക്കെ എപ്പോഴും ദുഃഖവും നിലനിൽക്കത്തില്ല, ദുഃഖം പോയി സുഖം വരും, അതും നിലനിൽക്കത്തില്ല. ഇങ്ങനെ ഓർത്തോർത്ത് മരണവും വരും. ഇന്ന് കണ്ടവനെ അടുത്ത സമയം കാണുന്നില്ല. ഇതിങ്ങനെ നമ്മൾ മനനം ചെയ്തൊക്കെ ജീവിച്ച് ഈ ജീവിതത്തിൽ കൂടി ഇതൊക്കെ അറിഞ്ഞു പോകുന്നവർക്ക് വലിയ ദുഃഖമില്ല. അതുകൊണ്ട് പ്രത്യക്ഷമായി കണ്ടത് ഇതൊക്കെ നീ മനസ്സിലാക്കണം. ഉത്തവരോട് പറയുന്നു, നീ ഇതിന് മുക്തനാകണം. ശക്തി ഏറിടുന്ന ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തെ, ഈ പ്രത്യക്ഷമായിരിക്കുന്ന കാണുന്ന ഈ പ്രപഞ്ചത്തിൽ ആഗ്രഹം ശക്തി ഏറിയിരിക്കുക. ഇന്ന് എല്ലാവരും അങ്ങനെയാ. അതാണ് മായ നമ്മളെ കബളിപ്പിക്കുക. അതുകൊണ്ട് ശക്തി ഏറിടുന്നത് പ്രത്യക്ഷ പ്രപഞ്ചത്തെ ചിന്തിച്ച് മനതാൽ ഉറയ്ക്ക കാരണത്താൽ സന്തതം ലോകതത്വചിന്തനം പ്രത്യക്ഷമാം ഏവം പ്രത്യക്ഷ അനുമാനത്തിന് ആത്മാവായ കേവല പുരുഷനാം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് പ്രത്യക്ഷമാണ്, ഇത് മായയാണ്, ഇതൊന്ന് മുക്തനാകണം, ഇതൊക്കെ ഇങ്ങനെ നശിക്കുന്നതാണെന്ന് ഞാൻ എല്ലാം നല്ലതുപോലെ പരമാർത്ഥം നിനക്ക് ഞാൻ പറഞ്ഞു തന്നു. എന്നാൽ ഞാൻ ചൊല്ലിയ സ്വധർമ്മങ്ങളിൽ എന്ത് വേണം, അതുകൊണ്ട് അഹങ്കാരം ഒന്നുമില്ലാതെ കാമരഹിതാത്മാവായി
ഇരിക്കണം. ഒന്നിലും ആഗ്രഹമില്ലാതെ അഹങ്കാരമില്ലാതെ എന്തുകൊണ്ടായാലും അഹങ്കരിക്കാൻ പാടില്ല. ഒന്നിലും ആഗ്രഹം കാമവും വേണ്ട. കാമം ഇല്ലാതെയും അഹങ്കാരമില്ലാതെ ഇരുന്നാൽ എന്ത് വരും? വിഷയാത്മാക്കളായ ദേഹികൾ എല്ലാവരിലും വെച്ച് എന്ത് വരും? വിശുദ്ധമായി. ഈ ലോകത്ത് നടക്കുന്ന ഈ കാമം പിടിച്ച് നടക്കുന്ന ഈ സാധാരണ ജനങ്ങൾ വെച്ച് നീ എന്ത് വരും ഉദ്ധവ? വിശുദ്ധനായി വരും. എല്ലാവരും വിശുദ്ധനാവൂ. ഇതിൽ നിന്ന് വിരക്തനായി ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു 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 യഥാർത്ഥ മനുഷ്യൻ മാത്രമേ വിശുദ്ധൻ എന്ന് പറയാൻ പറ്റൂ. ബാക്കിയെല്ലാം ഈ പ്രപഞ്ചത്തിൽ കിടന്ന് മുങ്ങിക്കിടക്കുക, അതിൽ കിടന്ന് ഇങ്ങനെ നീന്തി തുടിക്കുക. എന്താ പറയുക, നരകയാതനയാ ഈ ഭൂമി, ഈ പ്രപഞ്ചം. അതിൽ തന്നെ ഒട്ടി ഒട്ടി ആഗ്രഹം കൊണ്ട് അത്രമാത്രം സക്തി ഏറിയിട്ട് ഇത് എൻ്റേതെന്നുള്ള മമതയിൽപ്പെട്ട് ഇങ്ങനെ ഉഴലുന്ന് കിടക്കുന്നു. ഇത് ദുഃഖകരമാണെന്ന് അവരറിയുന്നില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് അഹങ്കാരമില്ലാതെ കാമരഹിതനായി സർവത്തിൽ നിന്നും വിരമിച്ച് ഇരുന്നാൽ നീ എന്തായിത്തീരും? നീ എല്ലാവരിലും വെച്ച് നീ വിശുദ്ധനും നീ തത്വജ്ഞാനിയും ആയിത്തീരും. അതല്ലേ ഒരു മഹാത്മാവ്? എത്രമാത്രം ജനങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വിട്ടുമാറി ഒന്നോ രണ്ടേ ഉള്ളൂ. 1000-ലോ 1,00,000-ലോ 1-2 ഉള്ളൂ വിശുദ്ധനും അതാ തത്വജ്ഞാനി ആയിത്തീരുന്നത്. അതാ നമ്മൾ അമ്മരെ വായിച്ചത്. മനസ്സിലാക്കണം മക്കളെ, നമ്മൾ ഇത് ഇങ്ങനെ ഒരു മഹാത്മാവായി തീരണമെങ്കിൽ, ഒരു പരിശുദ്ധനായി തീരണമെങ്കിൽ, ഒരു തത്വജ്ഞാനിയായി തീരണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ ഈ കഥകളെല്ലാം നമ്മൾ ദിവസേന ഓർത്തോർത്ത് ജീവിക്കണം. ഭഗവാനിൽ ഭക്തിയോടുകൂടിയും ഈ ജ്ഞാനമൊക്കെ ഉണ്ടായി വരുമ്പോൾ ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം നമ്മൾ മുക്തനായി വിരമിച്ച് ഒന്നിലും ആഗ്രഹമില്ലാതെയും പിന്നെയോ കാമരഹിത, അതാണ് ആഗ്രഹമില്ലാതെയും എല്ലാം നശിക്കുന്നതാണെന്നും കണ്ട് ഈ ദുഃഖ ദുരിതത്തിൽ നിന്നെല്ലാം കരകയറാൻ എന്താ മാർഗം? ഭഗവാന് പറഞ്ഞ സ്വധർമ്മം എന്താ പറഞ്ഞ അത് നമ്മൾ മനസ്സിലാക്കി അഹങ്കാരമില്ലാതെ കഴിഞ്ഞുകൂടണം. ഉള്ളതിനെ എടുത്ത് ഭഗവാനോ ചിന്തിച്ച് എല്ലാം ജീവിച്ച് അതിൽ നിന്നെല്ലാം മമത വിട്ട് അഹങ്കാരവും വിട്ട് ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മൾ ഈ ഭൂമിയിൽ. ഇതൊക്കെ ഒഴിച്ചൊഴിച്ച് നിൽക്കാമെങ്കിൽ നമുക്ക് വലിയ ദുഃഖ ദുരിതങ്ങളൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങ് പൊയ്ക്കോളും. പിന്നെ നമുക്കൊരു സമയം കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം മുക്തനായി ഈശ്വരനിലേക്ക് ലയം പ്രാപിക്കാനുള്ള എടുക്കണം. അതല്ലേ എനിക്ക് ഇപ്പോഴങ്ങ് ഈശ്വരനിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ജീവിതം നയിക്കാനായിട്ടുള്ള ആഗ്രഹങ്ങൾ സൽപ്രവൃത്തിയിൽ കൂടെയും ഭഗവാനെ ആരാധിച്ചുകൊണ്ട്, ഭഗവാനെ എനിക്ക് ഇവിടെയും സുഖം വേണം, ഇവിടെ വിട്ടു പോകുമ്പോൾ എനിക്ക് സ്വർഗത്ത് പോയി സുഖിക്കണം, സ്വർഗത്ത് സുഖിച്ചിട്ട് ആ പുണ്യം തീരുമ്പോൾ പുണ്യം ചെയ്യാതെ കിട്ടത്തില്ല. നല്ല സൽക്കർമ്മങ്ങളും പുണ്യങ്ങളും ഭഗവാനോട് അഭയം പറഞ്ഞെങ്കിൽ ആഗ്രഹങ്ങൾ സാധിച്ചു തരൂ. നമുക്കിത് ആഗ്രഹങ്ങളിൽ കിടക്കുന്നെങ്കിൽ കിടന്നോട്ടെ, അങ്ങനെ ജീവിക്കുക. കുറച്ച് നാൾ 2-3 ജന്മങ്ങൾ ജനിക്കുക. ഒടുക്കം മടുക്കുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടു ഒഴിഞ്ഞു പോവുക. ഇതെല്ലാം മനുഷ്യർ ഇവിടെ ഉള്ളവരാ, ഇതെല്ലാം ഇവിടെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഏത് വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് ഒരു വിശുദ്ധനും ഒരു തത്വജ്ഞാനിയായി തീരണമെങ്കിൽ ഇതിൽ നിന്നെല്ലാം വിരമിക്കണം. ഈ ലോക ചിന്തകളെല്ലാം ഇത് ദുഃഖ ദുരിതങ്ങളാണല്ലോ. ഇതെല്ലാം മമത, ഭർത്താവും ഭാര്യ, മക്കള്, ധനം, വീട്, ഇതൊക്കെ മമത അതിൽ നിന്ന് പോയി മനസ്സ് അതിലുണ്ടെങ്കിൽ മാത്രമേ വിഷമമുള്ളൂ. മനസ്സ് വിട്ടാൽ മാത്രം മതി. ഇതെല്ലാം ഇവിടെ കിടക്കും കണ്ടും കേട്ടും നമുക്ക് ജീവിച്ചൊക്കെ പോകും. പക്ഷേ എൻ്റേതെന്നുള്ള മമത മാത്രം ഉള്ളിൽ നിന്ന് മനസ്സിൽ നിന്ന് അങ്ങ് വിട്ടാൽ മതി. മനസ്സിലെപ്പോഴും പരമാത്മാവെന്നുള്ള ചിന്ത മാത്രം മതി. അല്ലാതെ വേറൊന്നും വേണ്ട. അതിന് വനത്തിൽ പോയി തപസ് ചെയ്ത് ഇതിന് വിടുതൽ കിട്ടുക ഇതൊന്നും വേണ്ട. നമുക്ക് വീട്ടിൽ ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ കൂടെ തന്നെ ഇത് നേടി പോകാം. അങ്ങനെയാണ് നമുക്കിത് കണ്ടു വായിക്കാം. അങ്ങനെ ഭഗവാൻ ഈ പറഞ്ഞു കൊടുത്ത സ്വധർമ്മങ്ങൾ എന്തൊക്കെ ധർമ്മങ്ങളാണ് അത് നമ്മൾ അനുഷ്ഠിക്കണം. അതുകൊണ്ട് എന്നാൽ ഭഗവാനാൽ ചൊല്ലിയ പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ സ്വധർമ്മങ്ങൾ അഹങ്കാരം ഒന്നുമില്ലാതെ കാമരഹിതാത്മാവായി ആദി വിഷയാത്മാക്കളായ ദേഹികളിൽ എല്ലാവരിലും വിശുദ്ധാത്മാവാം അവൻ തത്വജ്ഞാനിയായിത്തീരും. ഇത് ഭഗവാൻ പറഞ്ഞ വാക്ക് ആരിത് കേട്ട് മനസ്സിലാക്കി അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ അവൻ എന്താവും? വിശുദ്ധനായിത്തീരും. എന്താ വിശുദ്ധൻ? അത്ര നിർമ്മല ഹൃദയവും എല്ലാ അറിവും നേടിയൊരു പരമാത്മാവിനെ പോലെ എന്ന് പറയാം. അത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എന്താ? നമ്മളെല്ലാവരിലും പരമാത്മാവിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ തിരിച്ചറിയണ്ടേ? അങ്ങനെ തിരിച്ചറിവുള്ളവനായിത്തീരും, വിശുദ്ധനായിത്തീരും. യഥാർത്ഥം എന്താണെന്ന് അവൻ അറിയും. അവൻ്റെ ഉള്ളത്തിൽ പരബ്രഹ്മമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. അതാണ് വിശുദ്ധനും തത്വജ്ഞാനിയും. മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അറിവ്, തത്വങ്ങൾ, ഇതൊക്കെ ഇതുപോലെ ഭഗവാൻ കൃഷ്ണൻ ഈ പറഞ്ഞു തരുന്നത് പോലെ ഈ വിശുദ്ധനായവൻ മറ്റുള്ളവർക്കൂടെ ഇങ്ങനെ ഉപദേശം കൊടുക്കാനുള്ള അറിവ് നേടും. ആ തത്വജ്ഞാനിയായി വരും. അതിൻ്റെ അറിവുണ്ടായി കിട്ടും. അല്ലാതെ എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും?
ഭഗവാൻ കൃഷ്ണൻ തത്വജ്ഞാനം ഇത് എങ്ങനെ തന്നു, പരബ്രഹ്മത്തിൽ നിന്ന് വന്നു. അങ്ങനെ നമ്മളിത് പഠിച്ചാൽ, നമ്മൾ ഇത് മനസ്സിലാക്കി പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ നമ്മളെ ഉള്ളത്തിലും പ്രകാശം ഉണ്ടാകും. പരബ്രഹ്മം നമ്മളെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടായി വരും. അങ്ങനെയാണ് തത്വജ്ഞാനി എന്ന് പറയാം. ഇനി എന്താ പറയാ, ത്രിഗുണങ്ങളിലുള്ളോരാരംഭം സുപ്പുതനുടെ അകമേ സ്വപ്നം ധ്യാനം തന്നിലെ മനോരഥം ഏതുപോലെന്നാൽ അതുപോലെ വർണ്ണാശ്രമാതിഭേദാചാരത്തെ അനുഷ്ഠിക്കും എന്നറിഞ്ഞാലും. വർണ്ണാശ്രമാതിഭേദാചാരത്തെ അനുഷ്ഠിക്കും എങ്ങനെയാ, ഏതുപോലെയാ? ത്രിഗുണങ്ങളിലുള്ള ഒരു ആരംഭം പോലെ. ത്രിഗുണങ്ങൾ എന്ന് വെച്ചാൽ 3 ഗുണത്തിലുള്ള ആരംഭം. അത് ഞാൻ യുക്തി കൊണ്ട് പറയാം, എനിക്കല്ലാതെ അറിയത്തില്ല. ഇത് വെച്ചാൽ ഇപ്പോൾ സുപ്പൻ ഉറക്കം, അകമേ സ്വപ്നം. അപ്പോൾ സ്വപ്നം ഉറങ്ങുന്നവൻ്റെ സ്വപ്നം. ധ്യാനം തന്നെ മനോരഥം. അതായത് മനോരഥം വെച്ചാൽ എന്താണ്? മനോരാജ്യം. മനോരാജ്യം കണ്ട് കണ്ട് ധ്യാനിച്ചെന്തോ ധ്യാനം. നമ്മൾ ഭഗവാനെ ധ്യാനിച്ചാൽ ഭഗവാനെ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ എന്തോരും? ഭഗവാനെ ധ്യാനിക്കുക. മനോരഥം ധ്യാനിക്കുക വെച്ചാൽ എന്താണ്? മനസ്സിലെ ആഗ്രഹങ്ങളിങ്ങനെ മനോരാജ്യം. ചിലർ വെറുതെ ഇരിക്കുമ്പോൾ മനക്കോട്ട കെട്ടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തർ പറയും, മനക്കോട്ട കൊള്ളാം നിൻ്റെ മനക്കോട്ട. കാരണം വെറുതെ ചിന്തിച്ചിരിക്കും, കാര്യമൊന്നും ശരിയാവത്തുമില്ല. അതുപോലെ ത്രിഗുണങ്ങളിലുള്ള ഒരു ആരംഭം എന്താണ്? ഈ ത്രിഗുണങ്ങളിൽ എന്താണ് ആരംഭം? ആരംഭം വെച്ചാൽ ആദ്യം കിട്ടുന്നത്. അപ്പോൾ 3 ഗുണങ്ങളാണ്. എൻ്റെ മനസ്സിൻ്റെ അറിവില്ല, എനിക്ക് യുക്തി കൊണ്ട് എന്ന് പറയുവാണ്. അത് തെറ്റുണ്ടെങ്കിൽ ഇത് അറിയാതെ ക്ഷമിക്കുക, അതിന് തിരുത്തി പറഞ്ഞു തരിക. അതായത് ഇപ്പം 3 ഗുണങ്ങളാണ്: തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഈ ഓരോ ഗുണത്തിനും ആരംഭം എങ്ങനെയാ? അതായത് ഇപ്പോൾ തമോ ഗുണം ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും എന്താണ്? അന്ധകാരമാണ്, ഇരുട്ടാണ്. തമസ് ഇരുട്ടാണ്. ആ ഇരുട്ടിൽ കൂടെ എന്ത് പ്രവൃത്തിയും ചെയ്താൽ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല. അവരിങ്ങനെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനൊന്നും അവർക്കൊരു മടിയില്ല. എന്നാൽ ആരംഭം കൊണ്ട് ആരംഭത്തിലാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോകെ എന്ത് ചെയ്യും? അല്പം വയസ്സ് പ്രായം കൂടി വരുമ്പോൾ കൂടുതൽ അങ്ങ് ദുഷ്പ്രവൃത്തി ചെയ്യാതെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ ആരംഭം കടുപ്പമായിരിക്കും. ആ തെളിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും? രജോ ഗുണത്തിലേക്ക് കടക്കും. രജോ ഗുണത്തിലേക്ക് കടക്കാൻ എന്താണ്? പിന്നെ വലിയ അറിവില്ലായ്മ, ഇത്രയും ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ അന്ധതയിൽപ്പെട്ട് കിടക്കാതെ അല്പം കിട്ടിയത് പോരാ ഇനി ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഉള്ള രജോ ഗുണത്തിലേക്ക് കടക്കും. രജോ ഗുണത്തിൻ്റെ ആരംഭം അങ്ങനെ തുടങ്ങിയാലും അയാൾ പിന്നെ മൂത്ത് എന്തോരും? രജോ ഗുണക്കാരൻ ഇത് എല്ലാ ഗുണത്തിലും ഉണ്ടല്ലോ ഓരോരുത്തർ. ഇപ്പോൾ തമോ ഗുണക്കാരൻ ഉടനെ രജോ ഗുണത്തിലേക്ക് കടക്കും, ഈ 1 നിന്ന് 2 കയറുന്നത് പോലെ. അതുപോലെ രജോ ഗുണക്കാരൻ എന്ത് ചെയ്യും? ആരംഭത്തിൽ അയ്യോ എനിക്കിതൊന്നും മുഴുത്തില്ലേ, കിട്ടിയത് പോരായേ, എല്ലാവരും അവിടെ പോയി കൊണ്ടുവരും, നമുക്കും വേറെ എവിടെയെങ്കിലും പോയി കൊണ്ടുവരണം, ഇഷ്ടം പോലെ സമ്പാദിക്കണം എന്നും പറഞ്ഞ് തുടക്കത്തിൽ ഒരു 10-30 വയസ്സ് വരെ ഇങ്ങനെ ഓടും. ആരംഭം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യും? ഇതൊക്കെ നല്ലതൊന്നും അല്ല, ഇത്രയൊക്കെ ഒന്നും വേണ്ട. ചിലർ ഉടനെ സത്വഗുണത്തിലേക്ക് കയറും. ഈ രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് കയറും. ഈ സത്വഗുണക്കാരൻ എന്ത് ചെയ്യും? സത്വഗുണത്തിൽ ജനിച്ചവൻ സത്വഗുണം അത് ഭക്തിപരമായുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞും കേട്ടും ഭഗവാനോട് ഭക്തി വർദ്ധിച്ചും ആരംഭത്തിൽ ഇങ്ങനെയൊക്കെ തുടങ്ങി പിന്നെ പോകെ ഗുണത്തിന് അതീതനാവാൻ പോകും. ഗുണത്തിന് അതീതം വെച്ചാൽ ഭഗവാനെ പോലെ ആകും. പരബ്രഹ്മം നിർഗുണാവസ്ഥയാണ്. അതുപോലെ അതാണെന്ന എൻ്റെ വിചാരം. കാരണം ആരംഭം എന്നാ ത്രിഗുണങ്ങളിലുള്ള ഒരാരംഭം. അതുപോലെ ആരംഭം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഈ പറയാം, 1 നിന്ന് 2 കയറുന്നത് പോലെ തമോ ഗുണത്തിൽ നിന്ന് എക്കരെയൊക്കെ ആയാലും അല്പം നന്നായി രജോ ഗുണം എടുക്കും. രജോ ഗുണത്തിൽ ജനിച്ചവൻ അതിൽ നിന്ന് മാറി ഒരു 10-30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആർത്തിയൊക്കെ ഒന്ന് കുറഞ്ഞ് സത്വഗുണത്തിലേക്ക് കയറും. സത്വഗുണത്തിൽ ജനിക്കുന്ന ഒരു ഭക്തന്, ഒരു ഈശ്വരനെ അറിയാനൊക്കെ ഉള്ള താല്പര്യമുള്ളവരാണല്ലോ സത്വഗുണക്കാരൻ. അയാൾ ഒരു 10-30 വരെ ഈശ്വരനൊക്കെ പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തൊക്കെ ജീവിച്ച് പോയിട്ട് ഈ ഗുണത്തിന് അതീതനായി പോകും. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ അല്ലാതെ വേറെ ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ത്രിഗുണങ്ങളിലുള്ള ഒരാരംഭവും സുപ്പുതനുടെ അകമേ സ്വപ്നം. സുപ്പുതൻ ഉറങ്ങുന്നവൻ്റെ ഉള്ളത്തിലെ സ്വപ്നം പോലെ. അപ്പോൾ അതെന്താണ്? ഉറങ്ങുന്നവൻ്റെ ഉള്ളത്തിൽ സ്വപ്നം കണ്ടാൽ ഉണരുമ്പം വല്ലതുമുണ്ടോ? ആ സ്വപ്നം എന്താണ്? വെറുതെ സ്വപ്നം എന്തോ കണ്ടു, ഒന്നുമില്ല. അപ്പം ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നം പോലെ വെച്ചാൽ യാതൊരു ഫലവും ഇല്ല. അതുപോലെ പിന്നെന്താണ്? ധ്യാനം തന്നിലെ മനോരഥം. നമ്മൾ വെറുതെ ഇരുന്ന് മനക്കോട്ട കാണും.
ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിലെ മനോരാജ്യം കെട്ടി 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 ഇങ്ങനെ സങ്കല്പം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, എനിക്ക് അങ്ങനെ പോകും, ഞാൻ പ്ലെയിനിൽ കയറും, ഞാൻ വിദേശത്ത് പോകും, അല്ലെങ്കിൽ ഞാൻ ധനം സമ്പാദിക്കും, ഇങ്ങനെ വെറുതെ മനക്കോട്ടയിടും. ആ മനക്കോട്ടയിൽ നിന്ന് ഉണരുമ്പോഴോ മനസ്സിൽ നിന്ന് ചിന്ത മാറി വേറെ അയ്യോ ഞാൻ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നല്ല കുറേ, ഞാൻ എവിടെ ആയിരുന്നു ഇപ്പോൾ ഇത്ര നേരം, ഞാൻ അങ്ങനെ ലണ്ടനിൽ വരെ എത്തി, അല്ലെ അമേരിക്ക വരെ പോയിട്ട് വരുക, എന്തൊക്കെയോ ഞാൻ മനോരാജ്യം കണ്ടിരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കും. ആ ചിന്തയാണ്. അതുപോലെ എന്ത് വേണമെന്ന് പറയാം. അപ്പം മനോരാജ്യത്തിലെ സങ്കല്പം പോലെയും പിന്നെയോ സുപ്തൻ്റെ ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെയും ത്രിഗുണങ്ങളിലുള്ള ആരംഭം പോലെ എന്ത് വേണമെന്നാ പറയുന്നേ, ഏതുപോലെന്നാൽ അതുപോലെ. ഈ 3 തരം എങ്ങനെയാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കടക്കുന്നത് പോലെ വർണ്ണാശ്രമാദി ഭേദ ആചാരത്തെ അനുഷ്ഠിക്കും എന്നറിഞ്ഞാലും അതുപോലെ നമ്മൾ എന്ത് വേണം, വർണ്ണ ആശ്രമധർമ്മം ആചരിക്കണം. അതായത് വർണ്ണാശ്രമം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇതുപോലെ ഈ പറഞ്ഞ 3 രീതി പോലെയാണ് ഈ ആശ്രമധർമ്മം. ബ്രഹ്മചര്യത്തിൽ നിന്ന് അതിൻ്റെതായ കഴിഞ്ഞിട്ട് നമ്മൾ ഗൃഹസ്ഥാശ്രമി ആകും. ബ്രഹ്മചര്യം പിന്നെ അവിടെ പോയി തീർന്ന്. ഈ ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെ തന്നെയാണ്. ബ്രഹ്മചര്യം എടുത്ത് ഉള്ള കാലവും ബ്രഹ്മചര്യത്തിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു പ്രായമുണ്ട്, 10, 12 ഇത്രയൊക്കെ വയസ്സ് വരെയൊക്കെ ബ്രഹ്മചര്യം. എനിക്ക് അന്ന് പ്രായവും ഒന്നും അറിയില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ അനുസരിച്ചത് മാത്രമേ ഉള്ളൂ. രാവിലെ വെളുപ്പിനെ എടുത്ത് കുളിക്കുക, കുറേ എന്തൊക്കെ സ്തുതിപ്പുകൾ ചെല്ലുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തതെന്ന് മാത്രമേ എനിക്കറിയാം. അത് എത്ര വയസ്സ് വരെ ചെയ്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ അത് ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരണം. അതുകൊണ്ട് എന്ത് പറയുന്നു, ഇതുപോലെ ഈ 3 അവസ്ഥ മനോരാജ്യം കണ്ട് ഇരിക്കുന്നത് പോലെയും ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെയും പിന്നെ ത്രിഗുണങ്ങളുടെ ആരംഭം പോലെയും അതുപോലെ വേണം. എന്താ ബ്രഹ്മചര്യത്തിൽ നിന്ന് അത് കഴിഞ്ഞ പിന്നെ ബ്രഹ്മചര്യം ഇല്ല. ഉടനെ ഗൃഹസ്ഥാശ്രമി ആയിക്കഴിഞ്ഞ് വിവാഹമൊക്കെ ആയ ഒരു കുടുംബമായി കഴിഞ്ഞ് അപ്പോഴും എന്ത് ചെയ്യും, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വാനപ്രസ്ഥയിൽ കിടക്കുമ്പം പിന്നെ ഗൃഹസ്ഥാശ്രമം ഇല്ല അവിടെ. സ്വപ്നം കണ്ട് ഉണർന്നാൽ അവിടെ സ്വപ്നമില്ല. മനോരാജ്യം കണ്ട് സങ്കല്പം പോലെ ഇരുന്നിട്ട് ചിന്ത അതിൽ നിന്ന് മാറി വേറൊന്നിലേക്കാകുമ്പം ഞാൻ ചിന്തിച്ചത് അയ്യോ ഞാൻ എന്തൊക്കെയോ മനക്കോട്ട കെട്ടി, ഒന്നും ഇപ്പം കയ്യിലില്ലല്ലോ. അതുപോലെ തന്നെ ത്രിഗുണങ്ങളുടെ ആരംഭം പോലെയും ഈ 3 അവസ്ഥ പോലെ വേണം ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് ഇനി വാനപ്രസ്ഥത്തിലേക്ക് കയറാനും വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകാനും ഇതുപോലെയാണെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത്. ഞാനിത് സ്ഥിരം ഉറപ്പിക്കാത്തത് എനിക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഒരു യുക്തി കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം, ബാക്കി അനുഭവങ്ങളാണ് മറ്റൊക്കെ പറയുക. ഇത് ഞാൻ ഇങ്ങനെ ബ്രഹ്മചര്യം എടുത്തെന്നറിയാം, പിന്നെ ഗൃഹസ്ഥാശ്രമം എന്താണെന്നൊക്കെ നമുക്ക് പാഠമുണ്ടോ. 17 വയസ്സായപ്പോൾ അച്ഛൻ അങ്ങ് പോയില്ലേ, പിന്നെ ആരെന്ത് പറഞ്ഞു തരാനാ, ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇതാണ് എൻ്റെ സംഭവം. അതൊരു യുക്തി കൊണ്ട് പറഞ്ഞതാണ്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ത്രിഗുണങ്ങളിലുള്ളൊരാരംഭം സുപ്തനുടെ അകമേ സ്വപ്നം, ധ്യാനം തന്നിലെ മനോരഥം ഏതുപോലെന്നാൽ അതുപോലെ വർണ്ണാശ്രമാദി ഭേദ ആചാരത്തെ അനുഷ്ഠിക്കും എന്നറിഞ്ഞാലും. അപ്പോൾ ഈ പറഞ്ഞ 3 രീതിയിലാണ് നമ്മൾ ആശ്രമധർമ്മം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇതിങ്ങനെ കടന്ന് പോകും. സന്യാസി പിന്നെ ചിന്തിക്കുന്നതേ ഇല്ല ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥമൊന്നും. വാനപ്രസ്ഥക്കാരൻ താഴേക്ക് ചിന്തിക്കുന്നേ ഇല്ല. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ 1 2 കയറിയാൽ പിന്നെ 1 കാര്യം ചിന്തയില്ല. അങ്ങനെ മേലോട്ട് പോയാൽ പിന്നെ സ്കൂൾ പിന്നെ വേണ്ട, പിന്നെ കോളേജ് മതി. ഇതെല്ലാം ഓരോ ഉപമകളാണ്. അങ്ങനെയാണെന്നാണ് എൻ്റെ വിചാരം, എൻ്റെ ഒരു യുക്തി. ഇനി നമുക്ക് അടുത്ത് വായിക്കാം. നാനാത്വഹേതുവായി ദേഹാത്മബുദ്ധ്യാ മൂഢൻ നാനാ കർമ്മങ്ങൾ കൊണ്ട് ത്രിഗുണ നിവൃത്തിയെ വരുത്തിക്കൊണ്ടിടുവാൻ സേവിച്ചിടുന്നു വൃഥാ. വെറുതെ എന്ത് ചെയ്യുന്നു ഒരുത്തൻ, നാനാത്വഹേതുവായി ദേഹാത്മബുദ്ധ്യ മൂഢൻ എന്ത് ചെയ്യുന്നു, നാനാ കർമ്മങ്ങൾ കൊണ്ട് ത്രിഗുണ നിവൃത്തിയെ വരുത്താൻ. ദേഹാത്മബുദ്ധ്യ മൂഢൻ, ദേഹമാണ് ആത്മാവ് ദേഹമാണെന്ന് ആരറിയുന്നു, മൂഢൻ. മൂഢന്മാർക്ക് നമ്മുടെ ഉള്ളത്തിൽ സാക്ഷിയായി പരബ്രഹ്മമാണെന്ന് അറിയില്ല. മൂഢന്മാർ അറിവില്ലാത്തവർ വിചാരിക്കുന്ന എന്താണ്, ദേഹമാണ് ഈശ്വരൻ, ഉള്ളത്തേക്ക് അവൻ ദേഹമാണ്, ഞാൻ ദേഹമാണ്. അറിവില്ലാത്തവൻ അങ്ങനെ ഞാൻ ദേഹം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. എന്നാൽ അറിവുള്ളവൻ എന്താ വിചാരിക്കുന്നത്, ദേഹം ഞാനിന് വസിക്കാനുള്ളൊരു കൂടാരമാണ്, ഒരു ക്ഷേത്രമാണ് ഈ ദേഹം. ഗാത്രമാകുന്ന ക്ഷേത്രം ഞാനായ പരമാത്മാവായ ആ സാക്ഷിക്ക് വസിക്കാനുള്ള വീടാണ്, ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഗാത്രമാണ് എന്ന് അറിവുള്ളവൻ ചെയ്തു. മൂഢൻ എന്ത് വിചാരിക്കുന്നു, ആത്മാവാണ് ദേഹം എന്ന് വിചാരിക്കുന്നു.
എന്നാൽ ദേഹം നശിക്കുന്നതാണെന്ന് മൂഢൻ അറിയുന്നില്ല. ആത്മാവിന് നാശമുണ്ടോ? ഇല്ല. അപ്പം നശിക്കാത്തതല്ലേ ആത്മാവ്? അപ്പം അറിവുള്ളവൻ എന്ത് ചിന്തിക്കും? ദേഹം നശിക്കുന്നതാണ്, ഒരിക്കലും ആത്മാവാവില്ല. ആത്മാവ് ദേഹത്തിനകത്ത് സാക്ഷിയായി വേറായി നിൽക്കുകയാണ്. ഇത് അറിവുള്ളവനെ ചിന്തിക്കൂ. അതുകൊണ്ട് മൂഢന്മാർ എന്ത് ചെയ്യുന്നു? നാനാത്വ ഹേതുവായി ദേഹാത്മബുദ്ധിയ മൂഢൻ നാനാ കർമ്മങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുണനിവൃത്തിയെ വരുത്താൻ സേവിച്ചിടുന്നു. വെറുതെ. എന്താ വെറുതെ ആയിപ്പോണത്? അവന് ദേഹമാണ് ഈശ്വരൻ എന്നുള്ള ചിന്തയിലായി പ്രവൃത്തി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത്. ഗുണനിവൃത്തി വരുത്താനാ. ഈ സത്വഗുണങ്ങളോ തമോ ഗുണങ്ങളോ രജോ ഗുണങ്ങളൊക്കെ മാറി നിവൃത്തി വരുത്താൻ വേണ്ടി ചെയ്യുന്നു. പക്ഷേ മൂഢൻ എന്തറിയാം? മൂഢന് വല്ലതും അറിയാമോ? അറിഞ്ഞിട്ടാണോ കർമ്മങ്ങൾ ചെയ്യുന്നത്? ഒരു പൂജ ചെയ്യണമെങ്കിൽ അയാൾ വിചാരിക്കുന്നത് എൻ്റെ ദേഹമാണ് ഞാൻ ദേഹമാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നു. കാണികളുടെ ചോദിക്കും, അത് ഞാൻ ഈ ഗുണനിവൃത്തി വരുത്തുക, ഞാൻ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നു. അയാൾ ഒന്നും അറിഞ്ഞല്ല ചെയ്യുന്നത്. അയാൾക്ക് ഉള്ളത്തിൽ എന്താണെന്നോ പരമാത്മാവ് എന്താണെന്നോ തിരിച്ചറിവില്ല. അതിനാ മൂഢൻ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ സേവിച്ചിടുന്നു. എന്താ? വെറുതെ. അവൻ ചെയ്യുന്ന യാതൊരു കർമ്മത്തിനും ഫലമില്ല, നന്മയില്ല. അറിഞ്ഞല്ല ചെയ്യുന്നത്. അവന് ഈശ്വരനെ അറിഞ്ഞല്ല അവൻ പൂജ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാം വെറുതെ ചെയ്യുന്നു. വെള്ളത്തിൽ വരച്ച വര പോലെ നമ്മൾ പറയില്ലയോ, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ യഥാർത്ഥം അറിയാതെ ഇപ്പം ഒരു നേരമെങ്കിലും കാണാതെ വൈൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഇതറിഞ്ഞു ചൊല്ലുന്നതും അറിയാതെ ചൊല്ലുന്ന മൂഢന്മാരെങ്ങനെയാ? എനിക്ക് ഒരു നേരമെങ്കിലും കാണാതെ വയ്യെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോയി. എന്തുവാന്ന് മനസ്സിൽ കണ്ടില്ല. മനസ്സിലെന്താ കണ്ടില്ല. മനസ്സിലെന്തോ ഒരു പാഠം എല്ലാവരും പാടുന്നു, അവനും കൂടെ അങ്ങ് പാടി. അവൻ വിചാരിക്കുന്നത് അത്രയും മതി. മൂഢൻ വിചാരിക്കുന്നത് അങ്ങനെ ഇത്രയൊക്കെ മതി, ഇതൊക്കെ ആയിരിക്കും പ്രാർത്ഥന എന്ന് അറിവില്ലായ്മ കൊണ്ട്. അറിയുന്നവൻ എന്ത് ചെയ്യും? അറിഞ്ഞു പോയി, എനിക്ക് ഒരു നേരം പോലും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, കാണാതിരിക്കാൻ പറ്റില്ല, അവിടുത്തെ ഗോടക്കുഴവിളി കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ അറിഞ്ഞ് ചെയ്യുന്നതാണ് അറിവുള്ളവൻ. അറിയാത്തവൻ ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എന്തോ പറഞ്ഞു, ആരും കേട്ടതുമില്ല, അവനും അറിഞ്ഞില്ല, അവൻ്റെ നാക്കിൽ എന്തോ പറഞ്ഞ്. അതാണ് മൂഢന്മാരുടെ കർമ്മങ്ങൾ. അതുകൊണ്ട് ഇവിടെ അപ്പം ഒരാൾ അങ്ങനെയാണ്, അത് വൃഥായാണ്. പിന്നെ ഒരുത്തൻ എന്ത് ചെയ്യുന്നു? ഒരുത്തൻ മൽപരനായി അറിവോടുടൻ ചെന്ന് സരിതക്രിയയോട് അജ്ഞാന കാരണമായ കർമ്മങ്ങൾ ചെയ്ത് നിയമങ്ങളെ ശാന്താത്മാവായി സന്മാർഗമാകും വണ്ണം അനുഷ്ഠിക്കുന്നു. അപ്പോൾ മറ്റവൻ ഇങ്ങനെ ചെയ്യുന്നു. ഭഗവാനെയൊക്കെ അവൻ അറിയാം, പക്ഷേ എന്ത് ചെയ്യണം, കർമ്മങ്ങൾ ഏത് വിധം ചെയ്യണം എന്ന് വലിയ അറിവൊന്നുമില്ല. കാരണം പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പം നമ്മളെല്ലാവരും എങ്ങനെയാണ്? നമുക്ക് ഇപ്പം ഒരു നേരമെങ്കിലും ഞാനിന്ന് ചൊല്ലി, അത് കേട്ട് എല്ലാവർക്കും അത് അയ്യോ എനിക്കും അങ്ങനെ ചെയ്യണം. പക്ഷേ യഥാർത്ഥം ഒന്നും അറിഞ്ഞല്ല. നമ്മൾ ഒരാൾ ചെയ്ത് കണ്ട് ഒരു പൊങ്കാല ഇടുന്നു, അത് ഒരാൾ ചെയ്യുന്ന കണ്ട് നമ്മൾ ഇത് ഭഗവാനാണ്, ഇത് ഭഗവാന് കൊടുക്കാനാണ് എന്നൊക്കെ നമ്മൾ നന്നായി ആലോചിച്ച് ചെയ്യും. ഭക്തിയൊക്കെ ഉണ്ട്, ഭഗവാനും അറിയുകയും ചെയ്യാം. മൂഢനണക്കല്ല. എങ്കിലും വഴിപ്രകാരം ചെയ്യാനൊന്നും അറിയില്ല. കാരണം ചുവടൊന്നും ചുവന് പഠിക്കാത്തവരാ, വേദമൊന്നും അറിയാത്തവരാ. അതുകൊണ്ട് എന്നിലും അയാൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഒരുത്തൻ മൽപരനായി അറിവോടുടൻ ചെന്ന്, ഈശ്വരനെ അറിഞ്ഞുകൊണ്ടൊക്കെ ചെന്ന്, ചരിതക്രിയയോട് അജ്ഞാന കാരണമായ നമുക്ക് അറിഞ്ഞുകൂടാ വലുതായിട്ടൊന്നും, എങ്കിലും അതിനെന്ത് ചെയ്യുന്നു? കർമ്മങ്ങൾ ചെയ്യും. നമ്മളും എല്ലാവർക്കും ഒപ്പം ഭഗവാനേ എന്ന് പറഞ്ഞ് സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യും. എന്താ ഭഗവാൻ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷെ തന്നിൽ തന്നെ ഇരിക്കുന്നൊന്നും അറിയില്ല, നമ്മുടെ ഉള്ളത്തിൽ തന്നെ ഇരിക്കുന്നൊന്നും അറിവില്ല. സാധാരണ ഒരു ഭക്തൻ അയാൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് എന്തുവരും നിയമങ്ങളെ ശാന്താത്മാവായി സന്മാർഗമാകും വണ്ണം അനുഷ്ഠിക്കുന്നു. നല്ല വഴിയെ പോകുന്നു, സന്മാർഗങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അയാൾക്ക് ഭയമുണ്ട്, തെറ്റ് ചെയ്തുകൂടാന്നൊക്കെ അറിയാം, പക്ഷേ വേദങ്ങളൊന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന അവരവർക്ക് ഒക്കുന്ന വണ്ണം അവർ പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ എല്ലാവരും അങ്ങനെയാണ്. എല്ലാവർക്കും ഒപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ ഇങ്ങനൊന്നും ഉണ്ടെന്നും അറിയാം, നല്ല നേരായ വഴി സൽക്കർമ്മങ്ങളെ ചെയ്യൂ, ദുഷ്കർമ്മങ്ങൾ ചെയ്യത്തില്ല, ഭക്തിയോടൊക്കെ എല്ലാം ചെയ്യും. അങ്ങനെ ഒരു തരം. ഇനി അടുത്തത് എന്താ? അങ്ങനെ വന്നിട്ട് പിന്നെ ഒരുവൻ എങ്കൽ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് കേൾക്കാൻ. അപ്പം ഈ രണ്ട് തരം കഴിഞ്ഞു. ഒന്ന് മൂഢന്മാർ ചെയ്യുന്ന കഴിഞ്ഞു. പിന്നെ സാധാരണ ഒരു ഭക്തൻ ഭഗവാനെ അറിഞ്ഞും കൊണ്ട് തന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, സന്മാർഗം നല്ല വഴിയെ തന്നെ ചെയ്തു പോകുന്നു.
എന്നാ പിന്നെന്താ, ഒരുവൻ എങ്കൽ ഭഗവാങ്കൽ, ഭഗവാൻ കൃഷ്ണൻ ആർക്ക് കൊടുക്കുക ഉപദേശം? നമുക്കാണെന്ന് കണ്ടോണം. ഉദ്ധവരൊക്കെ അവിടെ നിന്ന് പോയി. നമ്മളിങ്ങനെ മാറണം. ഏതാ നമുക്ക് ഇഷ്ടം? ഈ മൂഢൻ്റെതാണോ ഇഷ്ടം? അതോ ഇപ്പം ഞാനൊന്ന് പറഞ്ഞല്ലോ, ഭഗവാനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒക്കുന്ന കണക്കൊക്കെ എല്ലാം ചെയ്തു പോകുന്നു. എന്നാ അടുത്തയാള് ഒരുവൻ എങ്കൽ ഭക്തിയാ, ഭഗവാനോട് ഭക്തിയിൽ തന്നെ ശ്രുത്യർത്ഥഗ്രഹണനായി. എന്താ ശ്രുത്യർത്ഥഗ്രഹണൻ? ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കൂ മക്കളെ, കേൾക്കൂ നിങ്ങൾ. ഇതൊക്കെ എന്താണ് ഈ പറയുന്നത്? ഒരു നേരമെങ്കിലും കാണാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. അല്ലെങ്കിൽ ഈ ഭാഗവതം ഉടനീളം ഗ്രഹിച്ച് മനസ്സിലാക്കും. ഈ വേദാർത്ഥങ്ങൾ ഇതിൻ്റെ ഗ്രഹിക്കാം. ശ്രുത്യ അർത്ഥം, ശ്രുതി ഇത് കേൾക്കണം. ഈ കേൾക്കുന്നത് അർത്ഥം ഗ്രഹിക്കണം. അർത്ഥം ഗ്രഹിച്ചിട്ട് ആരാണ്? ഒരുവൻ ഭക്തിയാ ചെയ്യാണ്. ഇത് മൂന്നാമത്തെ ആളുടെ തരമായി പറയുന്നത്. 2 തരം കഴിഞ്ഞ്, ഒരു മൂഢൻ്റെയും കഴിഞ്ഞ് സാധാരണ ഒരു ഭക്തൻ്റെയും കഴിഞ്ഞു. അദ്ദേഹം ഭക്തിയായിട്ടൊന്നും ചെയ്യണമെന്നും അത്ര അറിവില്ല, എങ്കിലും നല്ല മാർഗങ്ങളൊക്കെ ചെയ്യുന്നു, ഭഗവാനെ അറിഞ്ഞ് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. എന്നാൽ ഈ മൂന്നാമത്തെ ആൾ എങ്ങനെയാ ചെയ്യുന്നത്? ഒരുവൻ ഭഗവാങ്കൽ ഭക്തിയാ ശ്രുത്യർത്ഥഗ്രഹണനായി പെരുകേ ദൃഢബുദ്ധിയ, അത്രത്തോളം പെരുകെ ഏറ്റവും ദൃഢബുദ്ധിയ, അത്രയ്ക്കാണ് അദ്ദേഹം ദൃഢം, ഉറപ്പാണ്. ഭക്തിയും വിശ്വാസവും എല്ലാം ഉറച്ച ഒരു മനുഷ്യനാണ് ഒരു ഭക്തൻ. ഭഗവാന് എത്രത്തോളം പ്രിയം, എത്രത്തോളം പെരുക്കെ ധാരാളം അങ്ങ് ദൃഢമായി ഉറച്ചിരുന്നിട്ട് എന്ത് ചെയ്യുന്നു? രാഗാതി വിഹീനനായ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ, യാതൊന്നിനും വേണ്ടിയല്ല, ഒരാഗ്രഹവുമില്ല, രാഗാതി വിഹീനനായി നിർമ്മല വാക്യം. ഇതൊക്കെ ഈ പറയുന്നത് നിർമ്മല വാക്യങ്ങളാണ് മക്കളെ. ഇതിനകത്ത് യാതൊരു കളങ്കവും ഇല്ല. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നില്ല, എനിക്ക് അറിഞ്ഞൂടല്ലോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറയുന്ന പോരായ്മകൾ എനിക്ക് തന്നെ അറിയാം. പഠിക്കാതെ ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഗുരുമുഖത്തൊന്നും എനിക്ക് പഠിക്കാൻ കിട്ടിയിട്ടില്ല. എന്നാൽ എൻ്റെ ഗുരുവായ അച്ഛനും എൻ്റെ ഭഗവാൻ കൃഷ്ണൻ നാരായണനൊക്കെ എൻ്റെ ഉള്ളത്തിലുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറച്ച് കാട്ടിത്തരുന്നു, അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്ത് ചെയ്യുമല്ലെന്നും പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്നാലും സത്യസന്ധമായി നിർമ്മലമായ വാക്യമാണ് ഞാൻ പറയാം. എൻ്റെ കയ്യിൽ യാതൊരു കളങ്കവുമില്ല. ഉള്ളത് എൻ്റെ അറിവിനൊത്ത് സത്യസന്ധമായി തന്നെ പറയാം. നിർമ്മല വാക്യം, ഒരു കളങ്കമില്ലാത്ത വാക്യം. എങ്ങനെ? സത്യവിശ്വാസ സമ്പന്നനായി. സത്യവിശ്വാസം അത്രത്തോളം സത്യം 100-ന് 100 അല്ല 150 കൂട്ടിക്കോ. അപ്പോൾ 100-ന് 100% സാധാരണ ലെവലായി പോകും. അതിലൊക്കെ മേലെ സമ്പന്നനാണ്. എന്ത് സമ്പന്നൻ? സത്യത്തിൻ്റെ സമ്പന്നൻ. അത്രയ്ക്ക് സമ്പന്നനായി കൽമഷ കർമ്മത്യാകാൽ, ഒരു പാപകർമ്മങ്ങളും ത്യജിച്ച് കളയും. യാതൊരു ദോഷകർമ്മങ്ങളും ത്യജിച്ച്, ഒരു കർമ്മദോഷവും, ഒരു ദോഷമായ പ്രവൃത്തി ചെയ്യത്തില്ല, ത്യജിച്ച് കളയും. ഒരു കൽമഷം പാപകർമ്മങ്ങൾ ചെയ്യാതെ എന്തുപാസിക്കും? ശാന്തിയെ ഉപാസിച്ച് സ്വരൂപനായി ആ ഭഗവാന്റെ സ്വരൂപത്തോടുകൂടി തന്നെ ഇരിക്കുന്ന താനിനെ അറിയുന്ന ഒരു വ്യക്തി, പരമാത്മാവിനെ തന്നെ ഉറച്ച് അവനവനിൽ തന്നെ കാണുന്ന ഒരു സ്വരൂപൻ, ഭഗവാൻ തന്നെയാണ് എന്നിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി, എന്നിൽ പരമാത്മാവാണെന്ന് മനസ്സിലാക്കി, സ്വരൂപനായി വിച്ഛിന്ന ബോധാത്മാവായി ഈ മായയെല്ലാം കളയും. മായയിലൊന്നും യാതൊരു മോഹമില്ല. വിച്ഛിന്ന, ഈ ലോകം മായയാണ്, ഈ പ്രപഞ്ചം അതിനെല്ലാം വിച്ഛിന്ന, അതിനെല്ലാം ത്യജിച്ച് മായയിൽ യാതൊന്നും അകപ്പെടാത്ത ബോധാത്മാവായി നല്ല അറിവോടുകൂടി ഈ മായയൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. എന്നുവെച്ചാൽ അത്രത്തോളം ദൃഢമായ ഭക്തിയും പരമാത്മാവിൽ ലയിച്ചു ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിർമ്മല വാക്യവും എല്ലാം ഉണ്ട്. രാഗങ്ങളെല്ലാം കാമരാഗങ്ങൾ, അതായത് രാഗാദി വിഹിത എല്ലാ കാമക്രോധാദികളായിരിക്കുന്ന സർവ്വ ശത്രുക്കളും ത്യജിച്ച് അത്ര നിർമ്മലമായിരിക്കുന്ന ഒരു ബോധാത്മാവായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവൻ ചിൽ സ്വരൂപകനായ ഭഗവാൻ പരമാത്മാവായ ഗുരുവെ പ്രാപിച്ചുടൻ. ഞാൻ പറയത്തില്ല എൻ്റെ ഉള്ളം മൊത്തവും പരമാത്മാവാണ് എൻ്റെ ഗുരുവായി നിൽക്കുന്നതെന്ന്, അതുപോലെ ഇരിക്കണം. ഈ പറഞ്ഞ ഇപ്പോൾ പറയുന്ന ഒരുവൻ, ഇത് മൂന്നാമത്തെ അവസ്ഥയാണ് പറയാൻ. ഇങ്ങനെയാണ് ചിലർ. അപ്പോൾ ഒരുവൻ്റെ ഒരുവൻ ഇങ്ങനെ ആയിത്തീരുക. ചിൽ സ്വരൂപകനായ പരമാത്മാവിനെ പ്രാപിച്ച് ഉള്ളത്തിൽ പരബ്രഹ്മം, ആ പരമേശ്വരൻ പരമാത്മാവിനെ അറിഞ്ഞുകൊണ്ട് ഉള്ളത്തിലാക്കിക്കൊണ്ട് വിശ്വാസ ഭക്തിയാ സേവിച്ചിടുന്നു. അപ്പോൾ അങ്ങനെ വിശ്വാസം ഭക്തിയും എല്ലാം കൂടെ ഉറച്ച ദൃഢമായ ഒരു ഉറപ്പും അങ്ങനെ ഏതൊരുവനാണോ അവൻ എന്ത് വരുന്നു? അങ്ങനെ സേവിക്കുന്ന ഒരുവൻ
ഇച്ഛ ജായ അർത്ഥപുത്ര ക്ഷേത്ര വർഗാദികളിൽ ഏറ്റവും ഉദാസീനനായി ഭവിക്കും. അങ്ങനെയുള്ള ഒരുവൻ എങ്ങനെയാ, ഞാൻ ഇപ്പം വായിച്ച രീതിയിലുള്ള ഒരു ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. നമ്മൾ അങ്ങനെ ആരായാലും ജായ ഭാര്യ, പുരുഷനാണെങ്കിൽ ഭാര്യ, സ്ത്രീ ആണെങ്കിൽ ഭർത്താവ്. അപ്പം എല്ലാവർക്കും ഇനി സംശയം ചോദിക്കില്ലല്ലോ, അമ്മ എന്താ ഒറ്റയ്ക്ക് കഴിയുന്നത്, ഭർത്താവ് അപ്പുറത്തെ മുറിയിലും ഇപ്പുറത്തെ മുറി എന്താന്ന് ഇതിൽ വെച്ച് നിങ്ങൾ ഇനി സംശയം ഉണ്ടെങ്കിൽ ഇനി ചോദിക്കരുത്. അത് ജായ എന്ന് വെച്ചാൽ ഭാര്യ. അപ്പം ഞാനൊരു ഭർത്താവാണെങ്കിൽ എനിക്ക് ഭാര്യ, പുത്ര അല്ല ജായ അർത്ഥം ധനം, പുത്ര മക്കള്, ക്ഷേത്രവർഗാദികളിൽ അത് ഇത് രണ്ടർത്ഥം എടുക്കാം. അവനവൻ്റെ ശരീരത്തിലും ഒരു ഇതും കാണത്തില്ല, സ്വന്തം ശരീരത്തെ ചിന്തിക്കത്തേയില്ല, അതിലും ഉദാസീനനാ. എന്തെങ്കിലും കുടിച്ചെങ്കിലായി കുടിച്ചില്ലായി, എങ്ങനെ ഇപ്പം ദേഹം നന്നായില്ലെന്താ, ഒരു ചിന്തയും ദേഹത്തെ പറ്റി കാണത്തില്ല. വേണമെങ്കിൽ എന്തും ചെയ്യാതിരിക്കുകയും ചെയ്യാം. പിന്നെ ക്ഷേത്രവർഗാദികളിൽ, അതായത് അമ്പലത്തിൽ പോകണോ, ഉദാസീനത വേണ്ട, തോന്നുന്നില്ല പോകാൻ. അപ്പം ക്ഷേത്രവർഗാദികൾ ഉദാസീനത എന്താ കാരണം? ഭാര്യയിലും മക്കളിലും ധനത്തിലും ക്ഷേത്രങ്ങളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്താൽ ഉദാസീനനാ. കാര്യം എന്താ? ഉള്ളത്തിൽ എന്താ വസിക്കുന്നേ? പരമാത്മാ സ്വരൂപം പരമേശ്വരൻ ഉള്ളത്തിലുണ്ട്. പിന്നെ ഇതിനൊക്കെ ഉദാസീന. കാരണം ഉള്ളത്തിൽ പരമാത്മാനെ വെച്ചുകൊണ്ട് ഭർത്താവേന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? ഭാര്യയെന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? മക്കളേന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എനിക്കെന്നെ ധനം വീട് എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? പിന്നെ ക്ഷേത്രത്തിൽ പോകണം, എനിക്ക് കുളിച്ച് അമ്പലത്തിൽ പോകണം എന്ന് ചിന്തിക്കൂ. എന്താ കാരണം? അതുക്കും മേലെയുള്ള പരമാത്മാവായ പരമേശ്വരൻ നാരായണൻ കൃഷ്ണൻ നമ്മുടെ ഉള്ളത്തിലുണ്ട്. കൃഷ്ണരൂപം, കൃഷ്ണനാമം അത് പരമാത്മാവാണ്. അങ്ങനെ ഉള്ളത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഈ ഭർത്താവെന്നോ ഭാര്യയെന്നോ മക്കളെന്നോ ധനമെന്നോ വീടെന്നോ ക്ഷേത്രമെന്നോ എന്തെങ്കിലും ചിന്തയുണ്ടോ? അതിലെല്ലാം ഉദാസീനനാ, ഇഷ്ടമില്ല, മനസ്സിന് താല്പര്യമില്ല അതിലൊന്നിലും. അങ്ങനെ ക്ഷേത്രവർഗാദികളിൽ ഏറ്റവും ഉദാസീനനായി ഭവിച്ചിടും. പിന്നെ ഏറ്റവും സമബുദ്ധിയാ സർവവും കാണുമല്ലോ. അങ്ങനെയുള്ള ഒരുത്തൻ എന്ത് ചെയ്യും? സർവത്തിലും സമമായി കാണും. കാരണം പരബ്രഹ്മം അങ്ങനെയാ, സർവത്തിലും സമമായാണ് പരമാത്മാവ്. അങ്ങനെയാ പരബ്രഹ്മമൂർത്തിക്ക് ഞാനെന്നോ നീയെന്നോ ചണ്ടാളനെന്നും പിന്നെ എന്താ പറയുക ബ്രാഹ്മണനെന്നോ നീചനെന്നോ അല്ലെങ്കിൽ ശുദ്ധനെന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലായിടും സമമായി കാണുന്ന പരമാത്മാവാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരുത്തൻ സർവത്തിനെയും സമമായി കാണും. അവിടെ ഭർത്താവെന്നും ഭാര്യയെന്നും മക്കളെന്നോ അന്യൻ്റെ മക്കളെന്നോ നിൻ്റെ മക്കളെന്നോ നിൻ്റെ വീടെന്ന് എൻ്റെ വീടെന്ന് അങ്ങനെ ഒരു വേർകീർത്തിയില്ലാതെ എല്ലാവരെയും പരമാത്മാവായി തന്നെ കാണാൻ പഠിക്കും. ഭാര്യയെ നോക്കിയാലും പരബ്രഹ്മം, മക്കളെ നോക്കിയാലും പരബ്രഹ്മം, പൂച്ചയെ കണ്ടാലും പരബ്രഹ്മം, ആട്ടിനെയും കോഴിയൊക്കെ കണ്ടാലും അതിലെല്ലാം പരബ്രഹ്മം. അങ്ങനെ എന്താ ഏറ്റവും ഉദാസീനനായി ഭവിച്ചിടും. പിന്നെ ഏറ്റവും സമബുദ്ധിയാ, സർവത്തിനെയും സമബുദ്ധിയാ കാണുമല്ലോ. അപ്പോൾ ഞാനിത് പലപ്പോഴും പറയുന്നതൊക്കെ ഇത് എടുത്തെടുത്ത് ഇത് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ പല രീതിയിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. ഇവിടെ ഇതാ എടുത്തെടുത്ത് പറയും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഏറ്റവും അങ്ങനെയുള്ളൊരു ഭക്തൻ എല്ലാവരെയും, ഞാൻ പറയില്ല എൻ്റെ അച്ഛൻ എല്ലാവരെയും എന്നെയൊന്നും പ്രത്യേകിച്ച് സ്നേഹിക്കുകയോ ഒന്നുമില്ല, എന്നാലും മോളെന്നൊക്കെ വിളിക്കും. അപ്പോൾ എല്ലാവരെയും ഒന്നുപോലെ കാണുന്നൊരു അച്ഛനായിരുന്നു. അപ്പം മനസ്സിലാക്കണം, ഇതാണ് യഥാർത്ഥ ഒരു ജ്ഞാനി. എന്നിട്ട് സമബുദ്ധിയ കാണുമല്ലോ. നീതി വാക്യ കാരണം സൂക്ഷ്മ സ്ഥൂലം ആദി ദേഹങ്ങളിലും ജ്ഞാന വൈലക്ഷണ്യമായി ആത്മദർശനായിടുന്നിതു സുതൃക്കായിട്ട് ആത്മാവാം തൻ്റെ സർവാർത്ഥത്തെയും കാണുമവൻ. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം പരമാർത്ഥം. ഈ കാണുന്നതെല്ലാം പരമാർത്ഥമല്ല. നമ്മൾ കണ്ണുകൊണ്ട് പുറമേ കാണുന്നതെല്ലാം നേതി വാക്യ കാരണം സൂക്ഷ്മ സ്ഥൂലം, ഈ വലുത് ചെറുത്, സൂക്ഷ്മം ചെറുതും സ്ഥൂലം വലുതുമായ ആദി ദേഹങ്ങളിലും നമ്മൾക്ക് ഇവിടെ എന്തൊക്കെ ദേഹങ്ങൾ, എനിക്ക് അവനവൻ്റെ ദേഹം തന്നെ സ്ഥൂലവും സൂക്ഷ്മം, നമ്മൾ തന്നെ എൻ്റെ പുറമേ കാണുന്ന സ്ഥൂലവും അകത്ത് സൂക്ഷ്മം, ഇങ്ങനെ പല രീതിയിലുള്ള ദേഹങ്ങളുണ്ട്. എന്തൊക്കെയോ അറിവുള്ളവർ പറയുന്ന കേൾക്കാം. സ്ഥൂല ശരീരം, അതിൻ്റെ അടുക്ക് സൂക്ഷ്മ ശരീരം, ഇങ്ങനെ 5 രീതിയിലുള്ള ശരീരം ഇതൊക്കെ പറയും. എനിക്കിതൊന്നും അറിയത്തില്ല. എങ്കിലും നമുക്ക് ഊഹിക്കുന്നത് സൂക്ഷ്മം ചെറുതും സ്ഥൂലം വലുതും ഇങ്ങനെയുള്ള ആദി ദേഹങ്ങളിലും അങ്ങനെയുള്ള നമ്മളിലൊക്കെ ഇരിപ്പുണ്ട്. ഈ ദേഹങ്ങളിൽ എന്ത് വരുന്നു? ജ്ഞാന വൈലക്ഷണ്യമായി ആത്മദർശനായിടുന്നതു. അപ്പോൾ ഈ പറഞ്ഞ ദേഹങ്ങളിലെല്ലാം നമ്മൾ ഇതിനെയൊക്കെ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് ഈ ദേഹത്തിലെല്ലാം എന്തൊക്കെയുണ്ട് ഇതെല്ലാം ഈ ജ്ഞാനം കൊണ്ട് ഇതെല്ലാം
ഈ സ്ഥൂലവും സൂക്ഷ്മം എന്ന് പറഞ്ഞതെല്ലാം നമുക്ക് ത്യജിച്ച് കളയും, നമുക്ക് വേണ്ട. അതിന് പറയുന്ന ജ്ഞാനാഗ്നി, അറിവാകുന്ന അഗ്നി കൊണ്ട് ദഹിപ്പിച്ച് കളയും. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വേണ്ടാത്തതുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ദേഹത്ത് പരമാത്മാവ് മാത്രമേ പിന്നെ വസിക്കുന്നുള്ളൂ. കാരണം മറ്റെല്ലാം ഇതിൽ നിന്ന് അറിവ് നേടി വരുമ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് നേതി നേതീതി വാക്യ കാരണം, അതുകൊണ്ട് ഈ കാണായതെല്ലാം പരമാർത്ഥ വസ്തുക്കൾ യഥാർത്ഥമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ചെറുതും വലുതുമായ ദേഹങ്ങളെല്ലാം എങ്ങനെ ജ്ഞാനവൈലക്ഷണ്യം, അറിവ് കൊണ്ട് ആത്മദർശിതനായിരുന്നത്, ആത്മാവിനെ ദർശിക്കുന്നു. എങ്ങനെ പറ്റും? ഉള്ളത്തിലിരിക്കുന്ന സർവ്വതം അഴുക്കാകുന്ന എല്ലാം ദഹിച്ചു പോകും. ജ്ഞാനാഗ്നിയാൽ ദഹിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് തെളിവുണ്ടാവും. നമ്മുടെ ദേഹത്തിൽ എന്താ പിന്നെ വസിക്കുക? പരമാത്മാവാ, ആ ചൈതന്യ സ്വരൂപനാ, അത് എന്താ പ്രകാശമാ. അതുകൊണ്ട് ആത്മദർശനായിടുന്നത് ആ പരമാത്മ ദർശിക്കാൻ പറ്റും. അല്ല നമ്മൾ ദർശിക്കുന്നത് എങ്ങനെയാ? ഉള്ളത്തിൽ വേണ്ടാത്ത അഴുക്കൻ ചിന്തകളെല്ലാം, ഈ ലോക ചിന്തകളൊക്കെ ഇരുന്നാൽ പരമാത്മനെ നമുക്ക് ദർശിക്കാൻ പറ്റില്ല. എപ്പോൾ നമ്മൾ ഭഗവാൻ പരമാത്മാവിനെയും എല്ലാം നമുക്ക് ദർശിക്കണമെങ്കിൽ, ഉള്ളത്തിൽ കാണണമെങ്കിൽ നമ്മൾ ദേഹം പരിശുദ്ധമായി തീരണം. ഈ സൂക്ഷ്മ സ്ഥൂല ദേഹങ്ങളെല്ലാം ജ്ഞാനം കൊണ്ട് എല്ലാം കൊണ്ടും അത് ഇല്ലാതെ പോകണം. വേണ്ടാത്ത ചിന്തകളും എല്ലാം പോയി വരുമ്പോൾ ആത്മാവിനെ ദർശിക്കാൻ പറ്റും. ആത്മദർശനായത് എന്തിൻ്റെ? സുതൃക്കായി. എന്താ സുതൃക്ക്? ശോഭിക്കുന്ന കണ്ണോടുകൂടി പ്രകാശമുണ്ടാകും. ശോഭിക്കുന്ന സുദൃക്ക് കണ്ണ്, നല്ല ശോഭയുള്ള കണ്ണോടുകൂടി ആത്മാവാൻ തന്നെ സർവാർത്ഥതയും കാണുക. അപ്പം അങ്ങനെ ഒരു കണ്ണ് തെളിയുമ്പോൾ എന്ത് കാണും? സുതൃക്കായി സർവത്തിലും പരമാത്മാവായി നമ്മൾ ദർശിക്കാൻ പറ്റും. ഈ കാണാതെ മൊത്തം പിന്നെ എന്തായി കാണും? അവിടെ പ്രത്യേകിച്ച് ഒന്നിനെയും വേർതിരിക്കത്തില്ല. കാണുന്ന മൊത്തം പരബ്രഹ്മമാണെന്ന് കണ്ടറിയും. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള വ്യക്തി ഈ കാണുന്നതെല്ലാം പരമാർത്ഥമായി, കാണുന്നതെല്ലാം നശിക്കുന്നതാണെന്നെല്ലാം അറിഞ്ഞ് ഉള്ളത്തിലെ സർവ്വമാലിന്യങ്ങളും ജ്ഞാനാഗ്നിയാൽ ഭസ്മമായി പോകും. അങ്ങനെ അഗ്നി അങ്ങനെയാ ദഹിപ്പിക്കും. ജ്ഞാനമാകുന്ന അഗ്നിയാണ്. തീ എന്ന് പറഞ്ഞ അഗ്നി അല്ല ഇവിടെ. അറിവാകുന്ന അഗ്നിയിൽ അറിവ് വർദ്ധിച്ചു വരുമ്പോൾ നമ്മളിരിക്കുന്ന മറ്റ് വേണ്ടാത്ത ചിന്തകളോ അഴുക്കുകളോ മാലിന്യങ്ങളോ ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് വരും? പരമാത്മാവിനെ ദർശിക്കാൻ പറ്റും. അങ്ങനെ ദർശിക്കുമ്പോൾ നമ്മുടെ സുതൃക്ക് ശോഭയേറിയ കണ്ണുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പരമാത്മാവ് തന്നെയാണെന്ന് സർവത്തെയും കാണും. ഈ പരബ്രഹ്മമൂർത്തി തന്നെ നമ്മളിൽ തന്നെ ഇരിക്കുന്ന പരബ്രഹ്മം സർവത്തിലും നമ്മൾ ദർശിക്കും. അവിടെ എല്ലാവരെയും അതാ ഇങ്ങനെയുള്ള ജ്ഞാനികൾ എല്ലാവരെയും സമത്വത്തോട് കാണുമെന്ന് പറയാം. കാരണം പരമാത്മാവിന് സമത്വമാണ്. ഈശ്വരന് എല്ലാവരും സമത്തോടുകൂടിയാണ് കാണുക. ഭഗവാന് വേറീർത്തിയില്ല. ലോകപിതാവായ ബ്രഹ്മത്തിന് എല്ലാം സമമായി കാണുക. അവിടെ ചണ്ടാളനെന്നോ നീചനെന്നോ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെ മഴയും പിന്നെ വായുവും എല്ലാം ചൂടും എല്ലാം ഒരുപോലെ കൊടുക്കുന്ന, ആരും വേറീർത്തി എല്ലാവരുടെ സമമായി കാണുന്ന പരബ്രഹ്മം. അതുകൊണ്ട് ഇങ്ങനെ ആകുന്നൊരു വ്യക്തി അതുപോലെ ആത്മാവാൻ തൻ്റെ സർവാർത്ഥത്തെയും കാണുമവൻ ആ പരബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാക്കി സർവത്തെയും സമത്തോടുകൂടി സമദർശനമായിരിക്കും. പ്രകാശമുണ്ടാകുമ്പോൾ ആ ഉള്ളം മൊത്തം പ്രകാശിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആയിത്തീരുകയാണ്. കാരണം സ്വയം പ്രകാശമാണ് പരമാത്മാവ്, സ്വയം പ്രകാശിക്കുന്നതാ. എങ്ങനെ എന്നാൽ അഗ്നിദാരുക്കളോടുകൂടി എങ്ങനെയാണ് ഇത്? അത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് നമ്മൾ സ്വയം പ്രകാശിക്കുന്നത്? പരബ്രഹ്മം സമത്തിൽ എല്ലാവരെയും കാണുന്നു. അപ്പോൾ ഭഗവാൻ ലോകപിതാവിന് പിന്നെ സ്വയം പ്രകാശകനാണ്. അപ്പോൾ ഇതുപോലൊരു ഭക്തൻ, ഇതുപോലൊരു ജ്ഞാനി സ്വയം പ്രകാശിക്കണം. ഭഗവാൻ ഉദ്ധവർ കൊടുക്കുക. ഇങ്ങനെ സമദർശനം, സർവത്തിനെയും സമമായി കാണണം. ബ്രഹ്മം എന്താണ് അതുപോലെ നമ്മളും അങ്ങനെ ആയിത്തീരണം. നമ്മൾ സ്വയം പ്രകാശിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അഗ്നി എങ്ങനെയെന്നാൽ അഗ്നിദാരുക്കളോടുകൂടി മങ്ങിയിടാതെ അത് ദഹിപ്പിച്ചു സ്വയമായി തടവില്ലാതെ പ്രകാശിപ്പതുപോലെ തന്നെ. മങ്ങിയിടാതെ എന്താ? ഒരു വിറക് ഇവിടെ എങ്ങനെയെന്നാൽ അഗ്നി തീ ദാരുക്കളോടുകൂടി, വൃക്ഷമാണ് ദാരുക്കൾ വെച്ചാൽ വൃക്ഷം, ദാരുവൃക്ഷം. അപ്പം ഉണങ്ങിയ തടിയൊക്കെ നമ്മൾ നന്നായിട്ട് കത്തുമല്ലോ, മരം തടി, വൃക്ഷത്തിൻ്റെ തടികൾ നന്നായി മങ്ങിടാതെ കത്തിയിരിക്കുകയെന്ന് കൂട്ടിക്കോ. കത്തി ദഹിപ്പിക്കും. എന്താ ദഹിപ്പിക്കും? തടി മൊത്തം ദഹിച്ചു പോകും. എന്നിട്ട് എന്ത് വരും? അത് ദഹിച്ച് അതിനെ തീ ഇങ്ങനെ കത്തി ആ തടി മൊത്തം ദഹിച്ചിട്ട് സ്വയമായി തടവില്ലാതെ പ്രകാശിപ്പതുപോലെ തന്നെ. കത്തി തീരുമ്പോൾ ആ തടിക്കകത്ത് പിന്നെ ഇന്ധനം എല്ലാം എരിഞ്ഞ് തീരും. പിന്നെ അവിടെ എന്താ തടിയിലുള്ളത്? പിന്നെ പ്രകാശിച്ച് തിളങ്ങി കണൽ. അവിടെ വിറകെല്ലാം കത്തിയങ്ങ് തീർന്ന് അതിൻ്റെ ഇന്ധനം മൊത്തവും കത്തി തീർന്നാൽ പിന്നെ ഒരു കണലെന്നും പറഞ്ഞ് തിളങ്ങി കിടക്കും.
തടവില്ലാതെ പ്രകാശിപ്പതുപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ദേഹം ഉടലാം സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളെ, നമ്മുടെ ഉള്ളത്തിൽ എന്തൊക്കെയാണ് വേണ്ടാത്തതുള്ളത് പരമാത്മാവ് ഒഴിച്ച് ബാക്കി നമ്മുടെ ശരീരം ഉടലും ഉടലാം സ്ഥൂല സൂക്ഷ്മ കാരണം, നമ്മുടെ ദേഹത്ത് സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരമെന്നും കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അങ്ങനെ ദേഹങ്ങളെല്ലാം ദഹിപ്പിക്കും. ആര് ദഹിപ്പിക്കും? ജ്ഞാനമാകുന്ന അഗ്നി. ഈ തടിയെ എങ്ങനെ ദഹിപ്പിച്ചു അഗ്നി? കത്തി ഇന്ധനങ്ങളെല്ലാം തടിയിൽ എന്തെല്ലാം മാലിന്യങ്ങളോ എല്ലാം ഉണ്ടെന്ന് കൂട്ടിക്കോ, അത് മൊത്തം കത്തിത്തീരുമ്പം തടി കണലായി തിളങ്ങി കിടക്കുന്നത് പോലെ ഉടലാകുന്ന നമ്മുടെ ശരീരത്തിലെ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളെ, നമ്മുടെ ദേഹത്തിനകത്ത് എന്തെല്ലാം വേണ്ടാത്തതുണ്ടോ അതെല്ലാം ദഹിപ്പിച്ചിടും. ആര് ദഹിപ്പിക്കും? ജ്ഞാനമാകുന്നൊരഗ്നി. നമ്മുടെ ഉള്ളത്തിൽ തീ കൊണ്ടുള്ള അഗ്നി അല്ല മക്കളെ, സംശയിക്കരുത്. അറിവാകുന്ന അഗ്നി, ജ്ഞാനം, അറിവ് വർദ്ധിച്ച് വരുമ്പം നമ്മൾ എന്തായും വരുന്നു? നമ്മൾ പരമാത്മാവിൽ തന്നെ ലയം പ്രാപിച്ച് പ്രകാശമുള്ളവരായി ആ ദേഹത്തിലിങ്ങനെ തിളങ്ങും. നമ്മളിങ്ങനെ തിളങ്ങി പ്രകാശിച്ചിരിക്കും. എങ്ങനെയെന്നാൽ ദാരുക്കൾ, അതായത് വിറക് കത്തി അവസാനം മങ്ങിടാതെ തിളങ്ങി ഇരിക്കുന്ന ഒരു തടി എങ്ങനെയാണ്? തടി കത്തി ആ തീയെല്ലാം അണയുമ്പോൾ ആ തടിക്കകത്ത് കണൽ മാത്രം തിളങ്ങുന്നത് പോലെ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന വേണ്ടാത്ത അന്ധകാരങ്ങളായിരിക്കുന്ന മറ്റ് കാരണങ്ങളും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഒക്കെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ എല്ലാം കത്തിച്ചാമ്പലാവും. പിന്നെ അവിടെ എന്താണുള്ളത്? പരബ്രഹ്മം മാത്രമേ ഉള്ളൂ, ആ സാക്ഷി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ശരീരം, ഈ കത്തി അഴുക്കൊക്കെ പോയി കിടക്കുന്ന ശരീരം തിളങ്ങും. നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന വേണ്ടാത്ത ചിന്തകളൊക്കെ പോകുന്ന അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ ദേഹം അങ്ങ് ഭസ്മമായി പോകുന്നല്ല. നമ്മുടെ ഉള്ളത്തിൽ വേണ്ട ചിന്തകളും ഇങ്ങനെയുള്ള വേണ്ടാത്ത ഈ ലോകത്തിലെ കെട്ടിട്ട് വെച്ചേക്കില്ലയോ, ഇതെല്ലാം അറിവാകുന്ന അഗ്നി അത് ജ്ഞാനം കൊണ്ട് അറിവ് നേടുമ്പോൾ വേണ്ടാത്ത ദുഷിച്ചകളെല്ലാം പോയി ആ തടി, നമ്മുടെ ശരീരമാകുന്ന തടി തിളങ്ങും. എങ്ങനെയെന്നാൽ വിറക് കത്തി തിളങ്ങുന്നത് പോലെ, വിറക് കത്തി തീരുമ്പോൾ തടി തിളങ്ങും. അതുപോലെ കണലിങ്ങനെ തിളങ്ങി ഇരിക്കുന്നത് പോലെ എന്നാണ് ഉദാഹരണം വെച്ചേക്കുന്നത്. ഇവിടെ അഗ്നി അല്ല ഉദ്ദേശിക്കുന്നത്, തടി കത്തുന്ന അഗ്നിയാണ്. ഒരു വിറക് കത്തി തീരുമ്പോൾ അതെങ്ങനെയാണ് തിളങ്ങുന്നത്? കണൽ. അതുപോലെ നമ്മുടെ ദേഹമാകുന്ന ആ തടി, നമ്മുടെ ദേഹം ഒരു തടിയാണ്. ആ തടിയിലിരിക്കുന്ന വേണ്ടാത്ത ദുഷിച്ച അന്ധകാരമെല്ലാം പോയി പ്രകാശമായി തീരും. ഉടലാം സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളെ ദഹിപ്പിച്ചിടും. ആര്? ജ്ഞാനമാകുന്നൊരഗ്നി. സർവം ദഹിപ്പിച്ച് അഖണ്ഡമായി നിർമ്മല പ്രകാശമായി സർവസാക്ഷിയായി സർവാത്മാവായി സദാകാലം സർവവും താനായി പൂർണ്ണാനന്ദ കൈവല്യാത്മാവായി നിർമ്മല പരബ്രഹ്മ അമ്പര സദൃക്കായി തന്മയമായി തന്നെ ശോഭിച്ചു നിന്നിടുന്നു. അങ്ങനെ ഒരു ശരീരം, ഒരു മഹാത്മാവിൻ്റെ അവധൂതൻ ഇങ്ങനെയാണ് അവിടെ തിളങ്ങി നിന്നത്. എന്താ ഇത്രയും ആനന്ദവും തിളക്കവും പ്രസന്ന ഗംഭീരവും എപ്പോഴും പ്രകാശമായിരിക്കുന്നത് എന്താണെന്ന് യദു ചോദിച്ചപ്പോൾ ഇതാണ് സംഭവം. ഇത് അവധൂതൻ യദുവിന് കൊടുത്തെങ്കിലും ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവർക്ക് കുറേ കൂടി കൊടുക്കുക. ഇത്രയും ഉദ്ധവർക്ക് കൊടുക്കുന്നത് നമ്മളിങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മളും പ്രകാശിക്കും. ഇത്രയെല്ലാം ആകും. ഈ ജ്ഞാനമാകുന്ന അഗ്നിയാണ്. അറിവാണ് ഇവിടെ, അറിവിനെയാണ് അഗ്നി എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അല്ലാതെ അവിടെ തീയൊന്നുമല്ല, ഒരു വിറക് കത്തുന്ന തീയാണ്. അതൊരു ഉദാഹരണമാണ്. ഒരു വിറകിനെ കത്തി അതിൻ്റെ വേണ്ടാത്തതെല്ലാം കത്തി എരിഞ്ഞ ഇന്ധനം ആണല്ലോ, അതെല്ലാം കത്തി അങ്ങ് പോകുമ്പോൾ വിറകിലുണ്ടല്ലോ ഇന്ധനം, അല്ല അങ്ങനെ വിറക് കത്തും. ആ ഇന്ധനം എല്ലാം പോകുമ്പോൾ അത് ഒടുക്കം എന്താണ്? കണൽ തിളങ്ങും. അപ്പോൾ ആ വിറകാകുന്ന തടി തിളക്കം ഉണ്ടാവും, കണലിങ്ങനെ മിനുങ്ങും. ആ മിനുക്കം ഒരു ഉദാഹരണം വെച്ചേക്കുന്നത്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത അന്ധകാര ഇരുട്ടുകളെല്ലാം മാറി അറിവ് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ ശോഭിച്ച് തിളങ്ങി പ്രകാശിതമായി തീരും. അപ്പോൾ ജ്ഞാനമാകുന്നൊരു അഗ്നി സർവം ദഹിപ്പിച്ച്, ദഹിപ്പിക്കുന്നത്? നമ്മുടെ ഉള്ളത്തിലുള്ള സർവ്വത്തിനും ദഹിപ്പിച്ച് കളയും അറിവ് കൊണ്ട് അഖണ്ഡമായി. അപ്പോൾ നമ്മൾ നിർമ്മല പ്രകാശമായി തീരും, നിർമ്മലമാകുന്ന പ്രകാശം. അങ്ങനെ വന്നിട്ട് സർവസാക്ഷിയായും സർവാത്മാവായി സദാകാലം സർവം താനായി പൂർണ്ണ ആനന്ദ കൈവല്യമായി. അപ്പോഴും അവധൂതൻ ഇതെല്ലാം നേടിക്കൊണ്ടാണ് ഇങ്ങനെ പൂർണ്ണ ആനന്ദ കൈവല്യത്തോടെ ഇരിക്കുന്നത്. നിർമ്മല പരബ്രഹ്മ അമ്പര സദൃക്കായും തന്മയമായി തന്നെ ശോഭിച്ച് നിന്നിടുന്നു. നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം ബാക്കി. ഇതാണ് യഥാർത്ഥത്തിൽ ഇതാണ് ആകേണ്ടത്. ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് ആകേണ്ടത്. അതങ്ങനെ ആകുന്നവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ, അല്ലാത്തവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കണം.
ഇത് ഇങ്ങനെ ഒരു അവധൂതൻ ഇങ്ങനെ ആയെങ്കിൽ നമുക്ക് നിസ്സാരമായി നമുക്കും ഇങ്ങനെ ആകാം. എല്ലാം ഈ ലോക ചിന്തയിലെ മമത അങ്ങ് പോയാൽ മതി. ഭഗവാൻ തന്നെ മതിയെന്ന് ചിന്തിച്ചാൽ എല്ലാം ശരിയാവും. പിന്നെ ഭഗവാനെ വേണവും താനും വിട്ടുകളയാനും വയ്യ. ഈ ലോകത്തിൽ നിന്നൊന്നും വിട്ടുകളയാനും വയ്യ, നമുക്ക് കിട്ടത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.